ഞങ്ങൾക്കെല്ലാം ആകാം, നിങ്ങൾക്കൊന്നും ആവത്തില്ല, നാളത്തെ വീട്ടിൽ ഫോണില്ല, അപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാ നീ പഠിക്കാത്തത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ബ്ലെയിമിൽ കൂടെ ഈ കുട്ടികളെ രക്ഷിക്കാമെന്ന് നോക്കേണ്ട, അത് നടക്കില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണം. കാരണം ഏത് കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഈ വായുവിന്ന് കളിക്കാൻ അറിയാം, അവർക്ക് സ്വന്തമായിട്ട് ഗെയിം ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ലേ, ഭിത്തിയോടൊക്കെ തന്നെ നിന്ന് സംസാരിക്കുമവർ, ക്രിയേറ്റീവായിട്ട് ചെയ്യും, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും, ഓടും ചാടും, പല കാര്യങ്ങളുമുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ എന്താ സംഭവിക്കുന്നത്, അവർക്ക് ആ ഒരു സ്കില്ല് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ബോറടിക്കുക, ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ഇരുന്നാൽ ബോറാണ്, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരിതാണ്. ആ ബോർഡം നല്ലതാണ്, ഓക്കെ ടു ബോർ എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കണം. ആ ബോർഡമിലാണ് അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കിൽസും അങ്ങനെയുള്ള പല സ്കിൽസും ഡെവലപ്പ് ആവുന്ന ആ ബോർഡമിലാണ്. ആ ബോർഡം ഓക്കെയാണ്, സാരമില്ല, നീ ബോറടിച്ചോ, നീ വെറുതെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യും, ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും ചുമ്മാ തന്നിരിക്കാം. പ്രോബ്ലി നമുക്ക് എല്ലാവർക്കും ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് തുടങ്ങാം. ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഒരു തോട്ട്സും വരാതെ ആ തോട്ട്സിനെ എല്ലാം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രീത്തിങ്ങിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് കൊണ്ടുവന്ന്, അതായത് അതിനെ ഒരു കുറച്ചും കൂടെ ഫണ്ണാക്കി കൊണ്ടുവരിക. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരിക, കുഞ്ഞുങ്ങളുടെ ഒരു ഹൈ എനർജി അതുമായിട്ട് മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അവർക്കിഷ്ടമുള്ള, ഇപ്പോൾ കരാട്ടയോ അല്ലെ കളരിയോ എന്താണോ അവർക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സോ, ഫുട്ബോൾ അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെ ഡാൻസ് മ്യൂസിക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിൽ അവരുടെ ആ ഒരു എനർജിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് വേണം. അല്ലാതെ ഒരു 4 വോളിൻ്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ആ വോളെ നോക്കി ഇരുന്നോളൂ, ബോറടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൊടുക്കാത്തതായിരിക്കല്ല സൊല്യൂഷൻ. ഇപ്പോൾ റീഡിങ് ഇഷ്ടമുള്ള കുട്ടികളെ റീഡിങ്ങിലോട്ട് തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിന് വേണ്ടിയുള്ള പ്രത്യേക എക്യുപ്മെൻറ്റ് സ്ക്രീൻ അല്ലാതെ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ റൂൾസ് കൊണ്ടുവരാൻ.